അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര. കേരള നിയമസഭ തിരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളി ഇടതുപക്ഷ സ്ഥാനാർത്ഥി UR പ്രദീപ് രംഗത്തെത്തി. എക്സിറ്റ് പോളുകൾക്ക് വിശ്വാസ്യതയില്ലെന്നും ഇടതുപക്ഷ സർക്കാർ ഇത്തരം പ്രവചനങ്ങളെ ഗൗരവമായി കാണുന്നില്ലെന്നും UR പ്രദീപ് പ്രതികരിച്ചു. 2016 താൻ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെ ജനം തള്ളിയ ചരിത്രമുണ്ട്. 2021 ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്ന പ്രവചനങ്ങളെയും ജനവിധി അതിജീവിച്ചു. ഇത്തവണയും എക്സിറ്റ് പോളുകൾ തെറ്റുമെന്നും കേരളത്തിൽ 3ാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ചേലക്കരയിൽ മികച്ച വിജയം നേടുമെന്നും അഭിമാനകരമായ മുന്നേറ്റം ഇടതുപക്ഷം കാഴ്ചവെക്കുമെന്നും അദ്ദേഹം CCVയോട് വ്യക്തമാക്കി. പ്രവചനങ്ങളിലല്ല, ജനങ്ങളിലാണ് തനിക്ക് വിശ്വാസമെന്നും പ്രദീപ് കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷം എക്സിറ്റ് പോളിനെ ഒരു ഗൗരവമായി എടുത്തിട്ടില്ല. കാരണം 2016 എക്സിറ്റ് പോൾ പറഞ്ഞതാണ് ചേലക്കരയിൽ UR പ്രദീപ് തോറ്റുവത്. തൃശ്ശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളിലും 12 ജയിക്കും, ചേലക്കര പോവും എന്ന് അന്ന് എക്സിറ്റ് പോൾ പറഞ്ഞതാണ്. അന്നത് വളരെ ഭയത്തോടു കൂടി നോക്കി കണ്ടപ്പോൾ ജനം വളരെ കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് തുടർ ഭരണം അല്ലെങ്കിൽ തുടർച്ചയായി ഇടതുപക്ഷത്തിന് സഹായിച്ച ഒരു മണ്ഡലം കൂടിയാണ്. ശേഷം 2021 നാം കണ്ടതാണ്. 2021 എക്സിറ്റ് പോൾ പറഞ്ഞതാണ് കേരളത്തിൽ വീണ്ടും UDF അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് അന്ന് പറഞ്ഞതാണ്. ഏതായാലും അതെല്ലാം ജനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യഥാർത്ഥ ഒരു തീരുമാനമെടുത്തത്. ഇക്കുറിയും അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എക്സിറ്റ് പോളുമെല്ലാം അത് എങ്ങനെയാണ് അവർ കണക്കാക്കുന്നതെന്ന് നമുക്കറിയുന്നില്ല. പക്ഷേ ഇവിടെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം നല്ല ഉറപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തവണ വീണ്ടും 3ാം വട്ടം ഇടതുപക്ഷ സർക്കാർ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് CCV.